10 വയസ്സേ ഉള്ളൂ. ഒരു കൊച്ച് ഇത്രയൊക്കെ കാണും. അവൾ എന്നെ വിളിച്ചിട്ട് കരയുക, പാസ്റ്ററിങ്ങളെ എൻ്റെ പപ്പ ഡാഡി ഒറ്റ മോളേ ഉള്ളൂ, മമ്മിയെ കൊല്ലുന്നു. എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയൂടാ. ഞാൻ കുറെ കാലം TV പ്രസംഗിക്കുമായിരുന്നു അന്നൊക്കെ. അവിടുന്ന് കിട്ടി, അവിടെ അങ്ങനെ കുറിച്ചിട്ടാണോ അവിടെ കൈ കിട്ടിയ ആദ്യത്തെ നമ്പർ എൻ്റെതായിരുന്നു. എന്നെ വിളിച്ചു. പാസ്റ്ററെ ഞാൻ പേടിച്ചു. ഞാനെന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവൻ പൊങ്ങായിക്ക് ഞെക്കുന്നെങ്കിലും ജാതല്ലേ. കാരണം അന്വേഷണം വന്നാൽ ആദ്യം എൻ്റെ അടുത്ത് വരും. കാരണം ആ വീട്ടിൽ നിന്ന് ആദ്യം വന്ന ഫോൺ കോൾ എൻ്റെ നില. എന്തോ സ്വത്തതയാ. 2 നിലയുണ്ട്, ഒരു കുഞ്ഞേ ഉള്ളൂ. അവിടെ മുമ്പിൽ ഇട്ടാ മതി. ജർമ്മനിയിൽ നിന്നൊരു സഹോദരി എനിക്ക് എന്നോട് വിളിച്ചു. ഇതൊക്കെ പറഞ്ഞു, പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ പട്ടിയെ പോലാണ്, എനിക്ക് നാട്ടിലോട്ട് ഫോൺ ചെയ്യണേ, ജോലി ചെയ്യുന്നവരോട് തെണ്ടണമെന്ന്. ഇതേ വേണ്ട ഇമെയിൽ ചെയ്ത്. എവിടെ സ്വസ്ഥത? സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാറും. ഞാൻ എപ്പോഴും കല്യാണം നടന്നും പറയും, കുഞ്ഞെ നിനക്ക് 2 നിലയില്ലെങ്കിലും, നിനക്ക് AC റൂം ഇല്ലെങ്കിലും, നിനക്ക് മാർബിൾ തറയില്ലെങ്കിലും, നിന്റെ ചെറ്റക്കുടിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ അതാണ് ശ്രദ്ധ. ദൈവസാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് ശ്രദ്ധ. കൈ ഉയർത്തി വാ തുറന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോ. ഇവിടെ വലിയൊരു മർമ്മമുണ്ട്. സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് അൺഎക്സ്പെക്റ്റഡ് ആണ് ഞങ്ങൾ കരച്ചിലുകൾ. അത് വിടാൻ പരിശുദ്ധാത്മാ സമ്മതിക്കുന്നില്ല. ഇത് മുന്നറിയിപ്പുകൾ അവിടെ, വാർണിങ്സ് ആണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ കുഞ്ഞുങ്ങളെ ഒരുക്കി ഭൂമുഖത്ത് നിന്നിങ്ങനെ യാത്ര പറയും. ആ കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വീണ് കരയുന്ന മാതാപിതാക്കൾ. ഭർത്താവിനെ ഓഫീസിലോട്ട് കൈ വീശി യാത്രയാക്കുന്നു. വൈകുന്നേരത്ത് കാണുന്നത് മലമുറയിടുന്ന കുടുംബം. ഇതൊക്കെ പൈശാചിക വ്യാപാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സന്ധിയെങ്കിൽ കരച്ചിൽ വരും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി.